തൃശൂർ പെരുമ്പിലാവിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അതിക്രമം. അക്രമികൾക്ക് നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുണ്ടെന്നും ആരോപണമുണ്ട്. പെരുമ്പിലാവ് ഒരിക്കാൽക്കുന്നിൽ പ്രവർത്തിക്കുന്ന സുമർ അക്കാദമിയിലാണ് ഒരാഴ്ചയായി അക്രമ പരമ്പരകൾ അരങ്ങേറുന്നത്. കഴിഞ്ഞ 14-ാം തീയതി പുലർച്ചെ സാമൂഹ്യ വിരുദ്ധരായ കുറച്ച് ആളുകൾ, പ്രത്യേകിച്ച് നിരോധിക്കപ്പെട്ട സംഘടനയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തികൾ നമ്മുടെ ക്യാമ്പസിലേക്ക് അതിക്രമിച്ച് കയറുകയും സ്ഥാപനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബോർഡ് നശിപ്പിക്കുകയും ഓഫീസ് അതിക്രമിച്ച് കയറി അതിലുണ്ടായിരുന്ന കമ്പ്യൂട്ടറുകളും നമ്മളുടെ ഉപകരണങ്ങളും അവിടുന്ന് കൊണ്ടുപോവുകയും സ്ഥാപനത്തിൻ്റെ ഓഫീസിനുള്ളിലെ ഒരുപാട് രേഖകളും മറ്റും നമുക്ക് നഷ്ടപ്പെടുകയും ഉണ്ടായി. എന്നാൽ ഈ ഒരു സംഭവം ഞങ്ങൾ അറിഞ്ഞ് പുലർച്ചെ 4 മണിക്കാണ് ഞങ്ങൾ ഈ വിഷയം പോലീസിന് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്നാൽ ഇന്നുവരെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കൊരു നീതി ലഭിച്ചിട്ടില്ല. മാത്രമല്ല, അതിനെ തുടർന്ന് ഞങ്ങളുടെ ഓഫീസ് പ്രവർത്തനങ്ങൾ നിലച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി മനോജ് ചേർന്നുണ്ട്. മനോജ്, ഒരുപക്ഷെ ഇത്തരത്തിൽ അതിക്രമ സംഭവങ്ങൾ തുടർക്കഥയാകുമ്പോഴും പോലീസ് കൃത്യമായ രീതിയിൽ ഇടപെടുന്നില്ല, പോലീസിൽ പരാതിപ്പെട്ടിട്ട് പോലും ഫലമുണ്ടാകുന്നില്ല, അങ്ങനെയല്ലേ നമ്മൾ കരുതേണ്ടത്? തീർച്ചയായും വിഷ്ണു, പെരുമ്പിലാവ് ഒരിക്കാൽക്കുന്നിൽ പ്രവർത്തിക്കുന്ന ഈ സുമർ അക്കാദമിയിലാണ് ഇത്തരത്തിൽ നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നവർ ഈ അക്രമ പരമ്പരകൾ നടത്തിയിരിക്കുന്നത്. ഹദാസ് ട്രസ്റ്റിൽ നിന്നും ഈ പട്ടാമ്പി സ്വദേശിയായിട്ടുള്ള സുബൈറാണ് 2020 ഈ സ്ഥാപനം ലീസിനെടുക്കുന്നത്. ഇതിൽ തന്നെ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും പ്രവേശനം നൽകിയതും ഓണം, വിഷു, ക്രിസ്മസ് തുടങ്ങിയിട്ടുള്ള ആഘോഷങ്ങൾ ഈ സ്ഥാപനത്തിൽ സംഘടിപ്പിച്ചതുമൊക്കെ ഈ ആക്രമണത്തിന് കാരണമായി എന്നാണ് സുബൈർ തന്നെ വ്യക്തമാക്കുന്നത്. ഈ ട്രസ്റ്റിൽ ചിലരുടെ തീവ്ര ചിന്താഗതിക്കൊപ്പം ഈ അക്കാദമിക്കും ഡയറക്ടർമാർക്കും നിൽക്കാനാവില്ല എന്ന് ഉള്ള കാര്യം തന്നെ പറയുന്നുണ്ട്. എല്ലാ മതവിഭാഗങ്ങൾക്കും, പ്രത്യേകിച്ച് പിന്നോക്കം, മുസ്ലിം, ദളിത് വിദ്യാർത്ഥികളുമൊക്കെ പ്രവേശനം നൽകുന്ന സുമർ അക്കാദമി, അങ്ങനെ ആ ഒരു രീതിയിലാണ് ഇവർ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തെ കൊണ്ടുപോയിരുന്നത്. എന്നാൽ ഈ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു അക്രമ പരമ്പര നടക്കുന്നത്. അതിൽ തന്നെ നിരോധിത സംഘടനയായിട്ടുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരൊക്കെ തന്നെ ഈ അക്രമത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിൽ ആ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ് ഈ ഡയറക്ടറെയും സിഇഒയും അടക്കം മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ സ്ഥാപനത്തിലേക്ക് എത്തുന്നവർ അവിടെയുള്ള കമ്പ്യൂട്ടർ ഉൾപ്പെടെ നശിപ്പിക്കുന്നു, അതിൽ പല രേഖകളും കൊണ്ടുപോകുന്നു. ഇക്കഴിഞ്ഞ മെയ് 14-ലാണ് ഈ ക്യാമ്പസ് കെട്ടിടത്തിനകത്തേക്ക് ഈ ഒരു അക്രമി സംഘം അതിക്രമിച്ച് കടന്ന് കമ്പ്യൂട്ടറും അക്കൗണ്ട് ബുക്കുകളും ഈ വിദ്യാർത്ഥികളുടെ രേഖകളും അടക്കം കടത്തിക്കൊണ്ടുപോയത്. അത് കഴിഞ്ഞ ദിവസം ഈ പ്രവർത്തകർ തന്നെ, ഈ ഒരു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാർ തന്നെ ഈ മാരകായുധങ്ങളുമായി വന്ന് ഈ ക്യാമ്പസിൽ അതിക്രമം അഴിച്ചുവിട്ടിരുന്നു. ആ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് പോലെ ഇവരെയൊക്കെ മർദ്ദിക്കുന്ന. മനോജ്, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ സുമർ അക്കാദമി സിഇഒ മുദാസിർ റഫീഖ നമ്മോടൊപ്പം ചേർന്നുണ്ട്. മുദാസിർ, ഇത്തരത്തിൽ പോലീസിനെ അറിയിച്ചിട്ട് പോലും കൃത്യമായൊരു നടപടി ഉണ്ടാകുന്നില്ല. ഒരുപക്ഷെ ഇത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനത്തിനുള്ളിൽ ഒരു അതിക്രമം ഉണ്ടാക്കി അത് സമൂഹത്തിൽ, മതേതര സമൂഹത്തിൽ ഒരു സംഘർഷം സൃഷ്ടിക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് വേണ്ടേ ഈ ഒരു സംഭവത്തെ കാണാൻ? തീർച്ചയായിട്ടും ഇതിലേക്ക് ഞാൻ പൊതുജന ശ്രദ്ധ മുഴുവൻ ക്ഷണിക്കുകയാണ്. കാരണം 14-ാം തീയതി രാവിലെ നടന്ന ഈ ആക്രമണത്തിൽ, പുലർച്ചെ ഏകദേശം 2 മണിക്കോ 1 മണിക്കോ അല്ലെങ്കിൽ 3 മണിക്കോ നടന്ന ഈ ആക്രമണ സംഭവത്തിൽ 3:30 അല്ലെങ്കിൽ 4 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ പോലീസിനെ വിളിച്ച് ഇത് അറിയിക്കുമ്പോൾ, കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിങ്ങൾ രാവിലെ വരും, നമുക്ക് നോക്കാം, പരിഗണിക്കാം എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. രാവിലെ 8:30-ക്ക് അതിനുശേഷം അവര് ആ വിഷയത്തിൽ അലസത കാണിച്ചതിന്റെ പേരിൽ 5:30 മണിക്ക് SDPI പ്രവർത്തകരുടെ അക്രമം എന്റെയും ചെയർമാന്റെ പിതാവിന്റെയും മാതാപിതാക്കളുടെയും നേരെ ഉണ്ടായി. അതിനുശേഷം ഞങ്ങൾ 8:30 മണിയോടുകൂടി കുന്നംകുളം സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇന്നും FIR ഇട്ടിട്ടില്ല. അതായത് 14-ാം തീയതി നടന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നടന്ന ആക്രമണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നുവരെ കേരള പോലീസിന് പരാതി സ്വീകരിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ആ എഗ്രിമെന്റ് കോപ്പി ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എഗ്രിമെന്റ് കോപ്പിയിൽ 10-ാം ഖണ്ഡികയെ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഇസ്ലാമിക സമൂഹത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്ടിന്റെ പാർട്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അത് കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കോൺട്രാക്റ്റോ അല്ലെങ്കിൽ ഒരു മെൻഷൻ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമൊന്നുമല്ല. പക്ഷെ അവർ അതിൽ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ ഓണാഘോഷം നടത്തിയതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്ഥാപനത്തിനുള്ളിൽ പ്രയർ ഹാളിൽ എല്ലാ മതസ്ഥരായ വിദ്യാർത്ഥികൾക്കും പ്രാർത്ഥനയ്ക്ക് അവസരം നൽകിയതിന്റെ പേരിൽ അവിടെ വിദ്യാർത്ഥികൾ ഓണാഘോഷം നടത്തിയതിന്റെ പേരിൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾ തട്ടമിടാതെ, അതായത് അമുസ്ലിങ്ങളായ വിദ്യാർത്ഥികൾ തട്ടമിടാതെ പള്ളിയുടെ പരിസരത്തേക്ക് പോയതിന്റെ പേരിൽ ദളിതരായ പിന്നാക്ക വിഭാഗത്തിലുള്ള വിദ്യാർത്ഥികളുടെ പേരിൽ അഡ്മിഷൻ എടുത്തതിന്റെ പേരിലാണ് ഞങ്ങൾ ഇന്ന് അനുഭവിക്കുന്നത്. ഇതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. മുദാസിർ, ഇത്തരത്തിൽ ഈ ട്രസ്റ്റിനകത്ത് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ ഒരു അക്രമത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ ട്രസ്റ്റിനുള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു കാര്യം കൂടി താങ്കൾ പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ കൃത്യമായ രീതിയിൽ ഒരു ഉന്നത തലത്തിലുള്ള ബന്ധങ്ങൾ ഇതിന് പിന്നിൽ ഈ അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന തരത്തിൽ ഉണ്ടെന്ന് വേണ്ടേ മനസ്സിലാക്കാൻ? പ്രത്യേകിച്ചും ഈ SDPI അടക്കമുള്ള അല്ലെങ്കിൽ നിരോധിത ഭീകര സംഘടനയിലുള്ള ആളുകളുടെ ഈ ഒരു പ്രവർത്തനത്തിന് പിന്നിൽ ഒരുപക്ഷെ ഭരണകക്ഷിയായ CPM-നോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കും ഒരു പങ്ക് ഉണ്ടെന്ന് വേണ്ടേ കരുതാൻ? അത് തന്നെയായിരിക്കില്ലേ പോലീസും ഈ ഒരു വിഷയത്തിൽ ഇടപെടാനൊക്കെ വൈകുന്നത്? അതെ, ഈ വിഷയത്തിൽ മധ്യസ്ഥത വഹിച്ചിട്ടുള്ളത് 12-ാം തീയതി രാത്രി പള്ളിയിൽ വെച്ച് നടന്ന ഹർദാദ് മസ്ജിദിൽ അടച്ചു നടന്ന മീറ്റിംഗിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അവിടെ മീറ്റിംഗിന് അധ്യക്ഷത വഹിച്ചിരുന്നത് തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള റാഫി എന്ന് പറയുന്ന ആളാണ്. അന്ന് പരിചയപ്പെടുത്തിയ ആളാണ് SDPIയുടെ. ഇദ്ദേഹം ഈ വിഷയത്തിന് ശേഷം നമ്മൾ വാടക തന്നാൽ സ്ഥാപനം തിരിച്ചു തരാമെന്ന് പറയുകയും വാടകയുമായി 12 മണിക്കൂറിനകം എത്തിയ ഞങ്ങളെ അവിടെ നിന്ന് ഓടിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് മധ്യസ്ഥതയിൽ അവരുടെ ഭാഗം വിശദീകരിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിന്ന അദ്നാൻ എന്ന കുട്ടി, ചെറിയ പ്രായമുള്ള, കണ്ടാൽ നമുക്ക് സങ്കടം തോന്നുന്ന ഒരു കുട്ടിയാണ്. എന്നാൽ ഇന്ന് NIA അറസ്റ്റിലുള്ള ഒരു വ്യക്തിയുടെ പെങ്ങളുടെ മകനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിൽ ശക്തമായ ഉന്നതതല ബന്ധങ്ങളുണ്ട്. അല്ലാതെ ഞങ്ങളുടെ കേസ് FIR-ൽ എടുക്കാതിരിക്കാനുള്ള എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്. യെസ്, വളരെയധികം നന്ദി മുദാസിർ പ്രതികരിച്ചതിന്. മനോജ്, ഇത്തരത്തിലാണ് ഉന്നതതല ബന്ധങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പുറത്തു വരികയാണ്.